ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. കുറേ ദിവസമായില്ലേ നമ്മൾ വീഡിയോസൊക്കെ ഇട്ടിട്ട്, സമയം കിട്ടുന്നില്ല ഗൈസ്. എന്താ പറയുക, ട്രെയിനിങ്ങും കാര്യങ്ങളൊക്കെ ആയിട്ട് വീട്ടിൽ വന്നാലും കുറേ വർക്കും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. അപ്പോൾ അതൊക്കെ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം കേട്ടോ. ഇപ്പം 5 ദിവസം കഴിഞ്ഞിട്ടേ ഉള്ളൂ, ഇനിയുണ്ട് നമുക്ക് 10 ദിവസം കൂടി ട്രെയിനിങ്. ഞാൻ പഠിപ്പിക്കുന്നത് UKG സെക്ഷനാണ് കേട്ടോ. അവിടുത്തെ മക്കൾക്ക് പ്രവർത്തനങ്ങളാണ്, കൂടുതൽ ആക്ടിവിറ്റീസാണ് ചെയ്യാനുള്ളത്. ആക്ടിവിറ്റിയിലൂടെ അവരുടെ പഠനം നടത്തുക എന്ന് പറയില്ലേ, ഈ വെറുതെ ഇരുത്തിയിട്ട് പഠിപ്പിക്കുക എന്ന് മാത്രമല്ല, അവർക്ക് കൂടുതൽ വർക്കുകളാണ് ചെയ്യാനുള്ളത്. അങ്ങനെയാണ് അവർ കൂടുതലായിട്ട് പഠിക്കുന്നത്. അപ്പോൾ അവർക്ക് കൂടുതലായിട്ട് കുറേ സാധനങ്ങൾ നമ്മൾ ചെയ്ത് കൊടുക്കും, ഉണ്ടാക്കി കൊടുക്കും ഒക്കെ വേണ്ടി വരും. അത് അവരെയും കൊണ്ട് ചെയ്യിപ്പിക്കണം. അപ്പോൾ ഇന്ന് അവർക്ക് കൈ കൊണ്ട് സൂചി നൂല് കോർക്കുക, അതിൽ പൂവ് കോർക്കുക, അങ്ങനത്തെയൊക്കെ ആയിരുന്നു കേട്ടോ. അപ്പോൾ വീട്ടിൽ ഒരുപാട് പൂക്കൾ നിൽക്കുന്നുണ്ട്. അപ്പോൾ ഞാനതൊക്കെ പറിച്ച് കൊണ്ടുപോകാമെന്ന് വിചാരിച്ചു. ഇതൊക്കെ പറിച്ച് ഒരുവിധം എത്തിയപ്പോഴാണ് പിന്നെ ഞാൻ ആലോചിക്കണത്, ഇത് ചെറിയ പൂവാണല്ലോ, ഫ്രണ്ടിൽ നിൽക്കുന്ന പൂവ് ചെറിയ പൂവാണ്, അതിൽ സൂചി കയറിയാലും അത് കീറിപ്പോവും. അപ്പോൾ ഞാൻ വിചാരിച്ചു ഇത് കൊണ്ടുപോയിട്ട് ഒരു കാര്യമില്ല അല്ലേ. വീട്ടിലാണെങ്കിൽ ഒരുപാട് ചെണ്ടുമല്ലി നിൽക്കുന്നുണ്ട് കേട്ടോ, കുറേ എന്ന് വെച്ചാൽ നമുക്ക് എണ്ണി തീരാത്ത അത്ര ചെണ്ടുമല്ലി നിൽക്കുന്നുണ്ട് വീട്ടിൽ. അപ്പോൾ എന്നാൽ ഞാൻ വിചാരിച്ചു ചെണ്ടുമല്ലി കൊണ്ടുപോകാമെന്ന്. അങ്ങനെ ഞാൻ എന്താ പറയുക, കണ്ടത് നോക്കുകയാണ് ഞാൻ അവസാനം. പിന്നെ ഞാൻ വിചാരിച്ചത് ചെണ്ടുമല്ലി തന്നെ ആക്കാമെന്ന് വിചാരിച്ചിട്ട് കുറേ ചെണ്ടുമല്ലി പറിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. ഇതൊന്നൊന്നുമല്ല, ഇതിന് എത്രയോ ഇരട്ടി ചെണ്ടുമല്ലിയാണ് കേട്ടോ വീട്ടിലുള്ളത്. അപ്പോൾ മഞ്ഞ ചെണ്ടുമല്ലിയൊന്നും നമ്മുടെ വീട്ടിലില്ല കേട്ടോ, ഈ ഓറഞ്ച് ചെണ്ടുമല്ലി മാത്രമേ വീട്ടിലുള്ളൂ. അപ്പോൾ ഞാനത് കുറേ പറിച്ചെടുത്തിട്ടുണ്ട്. അങ്ങനെ ഞാൻ സ്കൂളിലെത്തിയപ്പോൾ നമ്മുടെ 2 സ്റ്റുഡൻറ്റ് എനിക്ക് റോസാപ്പൂ കൊണ്ടു തന്നിട്ടുണ്ട് കേട്ടോ. ഈ ടീച്ചറായി കഴിഞ്ഞാലുള്ള ഭാഗ്യം എന്താണെന്ന് അറിയാം, കുറേ മിഠായി കഴിക്കാൻ കിട്ടും. എന്ന് വെച്ചാൽ ഓരോ കുട്ടികളുടെ ബർത്ത്ഡേ ഉണ്ടാവുമല്ലോ, അവരൊക്കെ മിഠായി കൊണ്ടു തരും. അതേപോലെ കുട്ടികൾ ഒരു ഗിഫ്റ്റുകൾ അവരുണ്ടാക്കിയ വർക്കും, ചിലപ്പോൾ ബട്ടർഫ്ലൈ ഉണ്ടാക്കിയിട്ട് അവർ കൊണ്ടു തരും. ഇതേപോലെ റോസാപ്പൂവ് അവർക്ക് എന്താണോ നമുക്ക് തരാൻ തോന്നുന്നത് വെച്ചാൽ അതൊക്കെ നമുക്ക് ഉണ്ടാക്കി കൊണ്ടു തരും കേട്ടോ. അപ്പോൾ ഇത് ഞാൻ അവർക്ക് കൊണ്ട് ചെയ്യിപ്പിച്ച വർക്കാണ്. അവർക്ക് പഞ്ചിമിഷി ഉപയോഗിച്ചിട്ട് വർക്ക് ചെയ്യാനുണ്ട് കേട്ടോ. അപ്പോൾ എങ്ങനെയാണ് പഞ്ചിമിഷി പിടിക്കുക, അതെങ്ങനെയാണ് എന്താ പറയുക പ്രവർത്തനമാക്കുക എന്നൊക്കെ ഉള്ളൊരു പ്രവർത്തനം ഉണ്ട് അവർക്ക്. അപ്പോൾ അങ്ങനെ ഞാൻ ഇങ്ങനെ കളർ പേപ്പറുകൾ വെച്ചിട്ട് ഇങ്ങനെ പഞ്ചിമിഷി കൊണ്ട് അടിച്ചിട്ട് അങ്ങനെ കുറേ സർക്കിൾസ് ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു, പൊട്ട് പോലെ. അതൊക്കെ അവരെയും കൊണ്ട് ഇതേപോലെ ഒട്ടിച്ചിട്ട് നല്ല അടിപൊളിയാക്കിയിട്ട് വെച്ചിട്ടുണ്ട്. അങ്ങനെ പിന്നെ വീട്ടിൽ വന്നപ്പോൾ അമ്മ സേലം മാങ്ങ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു കേട്ടോ, 2 എണ്ണം കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഒരെണ്ണം ഞാൻ അങ്ങനെ മുറിച്ചിട്ട് ഉപ്പിലിട്ട് വെച്ചു കേട്ടോ ആമിക്കുട്ടിക്ക്. പിന്നെ ഞാൻ വിചാരിച്ചു കുറേ നാളായില്ല അച്ചാറിട്ടിട്ട് അച്ചാറിട്ടാലോ എന്ന്. അങ്ങനെ ഞാനിതാ നല്ലെണ്ണ തപ്പിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ നല്ലെണ്ണ കിട്ടിയിട്ടുണ്ട്, നമ്മുടെ സ്വർണ്ണം നല്ലെണ്ണ. നമ്മൾ അച്ചാറൊക്കെ ഇടാൻ നല്ലെണ്ണയിലാണല്ലോ, അതാണ് അപ്പോഴാണ് അതിൻ്റേതായിട്ടുള്ള ടേസ്റ്റും കുറേ നാൾ ഇരിക്കും ചെയ്യും കേട്ടോ. അപ്പോൾ അച്ചാറിടാനുള്ള തന്ത്രപ്പാടിലാണ് ഞാനുള്ളത്. വീട്ടിൽ വന്നു കഴിഞ്ഞാൽ വർക്കും കാര്യങ്ങളൊക്കെ ആയിട്ട് നമുക്ക് ഒട്ടും സമയം ഉണ്ടാവാറില്ല കേട്ടോ. അതിൻ്റെ ഇടയിൽ ആമിക്കുട്ടിക്ക് പൂവ് കിട്ടിയിട്ടുണ്ട്, കൃഷ്ണകിരീടം പൂവുണ്ടല്ലോ, അതിങ്ങനെ പിടിച്ച് കളിച്ചുകൊണ്ടിരിക്കാനായിട്ട്. ഹാപ്പി ബർത്ത്ഡേ ടു യു എന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ തരും അവൾ. മുട്ടയമ്മൽ മുടിയൊക്കെ മുളച്ചിട്ടുണ്ട് കേട്ടോ, പക്ഷെ എപ്പോഴും ഉള്ളില്ലാണ്ട് തന്നെയാണ് കേട്ടോ മുട്ടമുടി വരുന്നത്. അപ്പോൾ ഇനി വീണ്ടും വടിക്കണം. അപ്പോൾ ഇതാ നമ്മളിത് ചെറിയ കഷ്ണങ്ങളാക്കിയിട്ട് മാങ്ങ അരിഞ്ഞു വെച്ചിട്ടുണ്ട് കേട്ടോ. നല്ലോണം ചെറുതാക്കിയൊന്നുമില്ല, ഇങ്ങനെ കുറച്ച് കനത്തിൽ കിടക്കണതാണ് കേട്ടോ എനിക്കിഷ്ടം. എനിക്ക് തിന്നാനും അതാണ് ഇഷ്ടം കൂടുതൽ. അപ്പോൾ അതിലേക്ക് കുറച്ച് കല്ലുപ്പൊക്കെ ഇട്ടിട്ട് തിരുമ്പി വെക്കുന്നുണ്ട് കേട്ടോ അമ്മമ്മ. ഒരു അരമണിക്കൂറോളം റെസ്റ്റ് വയ്ക്കുക, അപ്പോൾ ഉപ്പൊക്കെ നന്നായിട്ട് പിടിച്ചോളും. ഇനി എന്താ പറയുക, ഉലുവയും അതേപോലെ തന്നെ കായും വറുത്ത് പൊടിച്ചെടുക്കണം. അപ്പോൾ നല്ലെണ്ണയിൽ അത് വറക്കാൻ വേണ്ടി വെക്കുകയാണ് കേട്ടോ. ഉലുവയും കായും നിർബന്ധമുള്ളവർ മാത്രം ഇട്ടാൽ മതി, അപ്പോഴാണ് കേട്ടോ കുറച്ചുകൂടി ടേസ്റ്റ്. ചിലപ്പോൾ ഇങ്ങനെ പൊടി മേടിക്കാൻ കിട്ടുമല്ലോ, അച്ചാറ് പൊടി എന്ന് പറഞ്ഞിട്ട് മേടിക്കാൻ കിട്ടുമല്ലോ, അതിട്ടാലും കുഴപ്പമൊന്നുമില്ല കേട്ടോ. നമ്മളിവിടെ അച്ചാറ് പൊടി ഒന്നും യൂസ് ചെയ്യണില്ല, നമ്മൾ മുളക് പൊടി ഇതൊക്കെ മാത്രമേ യൂസ് ചെയ്യണുള്ളൂ കേട്ടോ. അപ്പോൾ ഇതാ ഉലുവയും ഇതൊക്കെ ഇങ്ങനെ നല്ലെണ്ണയിലാണ് കേട്ടോ നമ്മൾ ഉണ്ടാക്കണത്. നിങ്ങളെല്ലാവരും വീട്ടിൽ തന്നെ അച്ചാറിടാറുണ്ടോ? എല്ലാവർക്കും ഇഷ്ടമായിരിക്കില്ലേ വീട്ടിൽ അച്ചാറിടുന്നത്. പുറത്തുനിന്ന് മേടിക്കണേക്കാട്ട് ടേസ്റ്റ് കൂടുതൽ തന്നെ കേട്ടോ നമ്മൾ അച്ചാറിടുമ്പോൾ. എനിക്കാണെങ്കിൽ തുമ്മൽ നിർത്താൻ പറ്റണേ ഇല്ല, ഭയങ്കര തുമ്മൽ. പെട്ടെന്ന് എനിക്ക് തുമ്മലും ജലദോഷം വരും, അതേപോലെ പെട്ടെന്ന് തുമ്മൽ പോവും ചെയ്യും കേട്ടോ. അപ്പം നമ്മളിത് അത്രയും വലിയൊരു കഷ്ണം കായ ഇട്ടിട്ടുണ്ട്. നന്നായിട്ട് മൂക്കണം കേട്ടോ, കായ നന്നായിട്ട് മൂത്താൽ മാത്രമേ നമുക്ക് പൊടിച്ചെടുക്കാൻ പറ്റത്തുള്ളൂ. നമ്മളാദ്യം മിക്സിയിൽ പൊടിക്കണം എന്ന് വിചാരിച്ചു, പക്ഷേ മിക്സിയിൽ ഇത്രയും കുറച്ചല്ലേ ഉള്ളൂ, മിക്സിയിൽ പൊടിഞ്ഞ് കിട്ടില്ല. അപ്പോൾ നമ്മൾ വിചാരിച്ചു നമ്മുടെ ചതക്കണ കല്ലുണ്ടല്ലോ അതിൽ വെച്ചിട്ട് പൊടിച്ചെടുക്കാമെന്ന്. അപ്പോൾ നമ്മുടെ ഉലുവയൊക്കെ മൂത്ത് വന്നിട്ടുണ്ട്, കായം ഒന്നും കൂടി മൂക്കാനുണ്ട് കേട്ടോ. പിന്നെന്താ
യൂട്യൂബിൽ ഇപ്പോൾ ഒരുപാട് പ്രശ്നങ്ങളൊക്കെ നടക്കുന്നുണ്ട് അല്ലേ? നമ്മുടെ ഫാമിലി ആയിട്ട് ഇഷ്യൂ ഒക്കെ ഉണ്ടായി എന്നൊക്കെ പറഞ്ഞിട്ടൊരു യൂട്യൂബ് ചാനൽ ഭയങ്കര ഇഷ്യൂ ആയിട്ടുണ്ടല്ലേ. ഏതാണ് സത്യം ഏതാണ് നോണമെന്നൊന്നും നമുക്ക് പറയാൻ പറ്റാത്ത അവസ്ഥയാണ്. ചിലവർ തെളിവ് കാണിക്കുന്നുണ്ട്, ചിലവർ തെളിവ് കാണിക്കാണ്ട് സത്യമാണെന്ന് പറഞ്ഞിട്ട് പറയുന്നവരുണ്ട്. അപ്പോൾ സത്യം ജയിക്കട്ടെ, എന്താ പറയുക അല്ലേ. നമ്മുടെ ഫാമിലി ഇഷ്യൂസൊക്കെ ഇങ്ങനെ തന്നെയാണ്. എന്ത് വന്നാലും മരുമക്കൾക്ക് തന്നെയാണ് കുറ്റവും ഒക്കെ ഉണ്ടാവുക. എത്ര നല്ല മരുമകളായാലും അല്ലെങ്കിൽ അവർ നമ്മളേനെ മകളായിട്ട് കാണണം, അമ്മായിമ്മമാർ മകളായിട്ട് നമ്മളെ കാണണം, എന്നാൽ മാത്രമേ നമ്മളേനെ അവർക്ക് സ്നേഹിക്കാൻ പറ്റത്തുള്ളൂ. ഇത് മരുമകൾ എന്നുള്ള നിലയിൽ തന്നെ കണ്ടു കഴിഞ്ഞാൽ നമ്മൾ എത്ര സ്വർണം വീട്ടിൽ കൊണ്ടുപോയാലും എത്ര നന്നായിട്ട് അവരോട് പെരുമാറിയാലും ചെറിയൊരു പ്രോബ്ലം മാത്രം മതി, അത് മരുമകളാണ് എന്ന് വെച്ചാൽ മരുമകളുടെ തലയിലേക്ക് മൊത്തം വീഴും. അതിപ്പോൾ എത്ര നല്ല കുട്ടിയായാലും അത് അങ്ങനെ തന്നെയാണ് വരാറുള്ളൂ. പിന്നെ ഞാൻ എന്താ പറയുക, ഉലുവയും കായും വറുത്തെടുത്ത എണ്ണ ഉണ്ടല്ലോ, നല്ലെണ്ണ ഉണ്ടല്ലോ, അതിലേക്ക് കടുക് പൊട്ടിച്ചിട്ടുണ്ട് കേട്ടോ. ചിലവർ കടുകൊന്നും പൊട്ടിക്കാതെ ഇടുന്നവരുണ്ട്, ഞങ്ങൾ കടുക് പൊട്ടിച്ചിട്ടുണ്ട്. അത് കടുക് പൊട്ടിച്ചതിന് ശേഷം ഞാൻ കാശ്മീരി മുളക് പൊടി ആണ് എടുത്തിട്ടുള്ളത്. സാധാ മുളക് പൊടി എടുത്ത എരിവും കൂടും കളറും ഉണ്ടാവില്ല. അപ്പോൾ ഞാൻ 2 ടീസ്പൂൺ കാശ്മീരി മുളക് പൊടി ഇട്ടിട്ടുണ്ട്, 1 ടീസ്പൂൺ സാധാ മുളക് പൊടി ഇട്ടിട്ടുണ്ട് കേട്ടോ, എരിവിനനുസരിച്ച്. അപ്പോൾ കാശ്മീരി ഇട്ടതിന് ശേഷം ഞാൻ എന്താ പറയുക, ടേസ്റ്റ് നോക്കിയപ്പോൾ തീരെ എരിവുണ്ടായിരുന്നില്ല. അപ്പോൾ ഞാൻ കുറച്ച് സാധാ മുളക് പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ കുറച്ച് എരിവുണ്ടാവും. ആമിക്കാണെങ്കിൽ അച്ചാർ എന്നൊക്കെ പറയുന്നത് ഭയങ്കര ഇഷ്ടമുള്ള കേസാണ്. പക്ഷെ നമുക്ക് അങ്ങനെ കൊടുക്കാറൊന്നുമില്ല, ജസ്റ്റ് ഒന്ന് ആവുമ്പോൾ തൊട്ട് നക്കി കൊടുക്കും, അത്ര തന്നെ ഉള്ളൂ കേട്ടോ. അപ്പോൾ അതിലേക്ക് മാങ്ങ ഇട്ടിട്ട് നന്നായിട്ട് ഇളക്കി കൊടുക്കുകയാണ്. ഇനി ഇതിലേക്ക് എക്സ്ട്രാ ഉപ്പ് ഇടേണ്ട ആവശ്യമൊന്നും ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല, കാരണം കല്ലുപ്പൊക്കെ ഇട്ട് നന്നായിട്ട് പിടിച്ച് വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മളിതാ ഈ ഒരു ഒരലല്ല ഈ കുഞ്ഞൊരു അമ്മിയിലിട്ടിട്ട് നമ്മുടെ ഉലുവയും കായും കൂടിയിട്ട് പൊടിച്ചെടുക്കാൻ വേണ്ടി പോവാണ് കേട്ടോ. കായം ഒന്നും കൂടി മൂക്കണമായിരുന്നു എന്നാണ് കേട്ടോ അമ്മമ്മ പറഞ്ഞത്. അപ്പോൾ ഉലുവ നന്നായിട്ട് പൊടിച്ചെടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ അതിലേക്ക് ഞാനിതാ കായം ഉലുവയും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. പിന്നെ ഇതാ കുറച്ച് വെള്ളം തിളപ്പിക്കാൻ വെച്ചിട്ടുണ്ട് കേട്ടോ. നമ്മൾ മാങ്ങയുടെ അച്ചാർ കുറച്ച് ഡ്രൈ ആണ്, കുറച്ചൊരു ചാറ് പോലെ തൊട്ട് നക്കാൻ വേണ്ടേ, ചാറ് പോലെ കിട്ടാൻ വേണ്ടിയിട്ട് കുറച്ച് ചൂടുവെള്ളം പച്ചവെള്ളം തിളപ്പിച്ചതിന് ശേഷം ആറാൻ വെക്കണേ. എന്നിട്ട് വേണം ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം കേട്ടോ. ചൂടോട് കൂടി ഒഴിച്ചു കൊടുക്കരുത്, പെട്ടെന്ന് മാങ്ങച്ചാറ് കേട് വരാൻ ചാൻസ് കൂടുതലാണ് കേട്ടോ. കുറേ നാളൊക്കെ ഇരിക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെയൊക്കെ ചെയ്യണത്. പിന്നെ സുറുക്ക ഉള്ളവർ സുറുക്ക ഒഴിച്ചു കൊടുക്കാം, അല്ലെങ്കിൽ ചൂടുവെള്ളം പച്ചവെള്ളം ഒഴിച്ചു കൊടുത്താൽ മതി കേട്ടോ. ചൂടുവെള്ളം തണിഞ്ഞിട്ട് പച്ചവെള്ളം ആയതിന് ശേഷം ഒഴിച്ചു കൊടുത്താൽ മതി. നമുക്ക് സുറുക്ക ഇവിടെ ഇരിപ്പില്ല, അപ്പോൾ നമ്മൾ ഇങ്ങനെയാണ് കേട്ടോ ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഗൈസ്, നമ്മുടെ മാങ്ങച്ചാർ ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. കുറച്ച് നേരം ഇരുന്ന് കഴിഞ്ഞാൽ നല്ല കുഴമ്പ് രൂപത്തിലായി കിട്ടും. നാവുന്ന് ഇപ്പം തന്നെ വെള്ളം വരുന്നു ഗൈസ്. ഞാൻ എന്താ പറയുക, ഇട്ട പാട് തന്നെ തിന്നാൻ തുടങ്ങിയതാണ് കേട്ടോ. ഇപ്പം തന്നെ അത് എന്താ പറയുക, പകുതി ആവാറായിട്ടുണ്ട് മാങ്ങച്ചാറ്. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഈ അച്ചാർ. ഞാൻ ഈ കൊള്ളി വറുത്തതുണ്ടല്ലോ, ഈ നീളമുള്ള കൊള്ളി വറുത്തില്ലേ, അതിൻ്റെ കൂടെ അച്ചാർ തിന്നും, മിച്ചറിൻ്റെ കൂടെ അച്ചാർ തിന്നും, അതുപോലെ പുട്ടിൻ്റെ കൂടെ അച്ചാർ, ഉപ്പുമാവിൻ്റെ കൂടെ അച്ചാർ. എനിക്കിങ്ങനെ കോമ്പിനേഷൻ ഇല്ലാത്ത സാധനങ്ങളുടെ കൂടെയാണ് ഇതൊക്കെ തിന്നാൻ ഇഷ്ടം. പിന്നെ ഇത് അമ്മമ്മ ഇട്ട് വെച്ചിട്ടുള്ള കടുമാങ്ങ അച്ചാറാണ് കേട്ടോ. അപ്പോൾ നമ്മുടെ അച്ചാർ കിടിലായിട്ട് കുപ്പിയിലാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ട സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ടാറ്റാ ബൈ ബൈ, സീ യു.